ബാലരാമപുരം കൊലക്കേസിന് വ്യക്തത വരുത്താൻ പോലീസ് നടന്ന ശ്രമത്തിന്റെ ഭാഗമായി SP സുദർശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയം അയക്കും. മൊബൈൽ ഫോണെല്ലാം സയൻറ്റിഫിക് പരിശോധനയ്ക്ക് അയക്കും. അതിൻ്റെ റിസൾട്ടും കൂടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാം റിക്കവർ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഫെസിൽ എക്സാമിനേഷൻ നടത്താം. അല്ല, അത് പ്രതി അറസ്റ്റ് ചെയ്തതിനു ശേഷം റിമാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ട് സാധാരണഗതിയിൽ പ്രതിയുടെ അറസ്റ്റിലേക്ക് പോകുമ്പോൾ എന്തിനു ചെയ്തു എന്നതിൽ ഒരു വ്യക്തത പോലീസിന് കിട്ടിയിട്ടുണ്ടാവില്ലേ? അല്ല, പ്രതി കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായിട്ട് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ല, അതെല്ലാം ഒരു ദിവസം കൊണ്ട് മാത്രം പൂർത്തിയാക്കുന്ന കാര്യമാണല്ലോ. കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് പറയാൻ പറ്റുള്ളൂ. SP സുദർശൻ കാണുകയായിരുന്നു. മാത്രമല്ല, പ്രതി കുറ്റം ചെയ്തു എന്ന് അറിയാമായിരുന്നുകൊണ്ടാണ് ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മറ്റു വിവരങ്ങൾ പിന്നീട് വെളിപ്പെടുത്താൻ കഴിയുമെന്ന രീതിയിലാണ് SP പറയുന്നത്. തിരുവനന്തപുരം റൂറൽ SP ആണ് സുദർശൻ. എന്തായാലും നമുക്ക് ഇതിനകത്ത് ഈ കൊലപാതകത്തിൽ കുറേ ദുരൂഹതകളുണ്ട്. ഈ കുഞ്ഞിനെ എന്തിനു കൊല്ലണം എന്നൊരു ചോദ്യം ഇപ്പോഴും പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംശയങ്ങൾക്കെല്ലാം അറുതി വരുത്തേണ്ടത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് എന്തായാലും ഈ വൈകാതെ വരുന്ന മണിക്കൂറുകളിൽ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു, ഈ ഹരികുമാറിന് എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടായത് എന്നുള്ളതൊക്കെ തന്നെ പോലീസ് കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അജീഷ് ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അജീഷ്, യഥാർത്ഥത്തിൽ SP സുദർശൻ ആദ്യം എന്തെങ്കിലും പറഞ്ഞോ? നമ്മളത് കേട്ടില്ല. എന്തായാലും SP-യും അതേപോലെ തന്നെ DYSP-യും അടങ്ങുന്ന അന്വേഷണ സംഘം ഇപ്പോൾ ഈ കൊലപാതകം നടന്ന വാടക വീട്ടിലെത്തി പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി കിണറ്റിലെറിഞ്ഞ ആ കിണറ്റിലാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അദ്ദേഹം ആദ്യം മുതൽ പറഞ്ഞത് ഈ കൊലപാതകത്തിൽ ഒരാളുടെ പങ്ക് മാത്രമാണ് നിലവിൽ വെളിവായിട്ടുള്ളത്. കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധന നടത്തും. നിലവിൽ അവരുടെ വാട്സപ്പ് ചാറ്റുകൾ കുറച്ച് മാത്രമാണ് റിക്കവർ ചെയ്തിട്ടുള്ളത്. അതിന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച് ഈ ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യും. അതിനുശേഷം മാത്രമേ മറ്റുള്ളവർക്കും, അതായത് കുഞ്ഞിന്റെ അമ്മയ്ക്കും ഈ കേസിൽ പങ്കുണ്ടെങ്കിൽ അതും വ്യക്തമാക്കൂ എന്ന് പറയുന്നത്. എന്തിന് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതും വൈകാതെ തന്നെ പോലീസ് പറയും. അത് എന്തിന് കൊലപ്പെടുത്തി എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ഒരു പരിശോധന നടക്കുകയാണ്. SP-യുടെ നേതൃത്വത്തിൽ റൂറൽ SP-യും അതേപോലെ തന്നെ DYSP-യും ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു പരിശോധന നടത്തുന്നത്. പ്രധാനമായും പോലീസ് നേരത്തെ തന്നെ നമ്മൾ സംശയിച്ചിരുന്നു, അതായത് എന്തിന് കൊലപ്പെടുത്തി അമ്മയുമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നതായി പറയുന്നു. ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ പോലീസ് പരിശോധിച്ചപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നതായും അതിൽ ചില ചാറ്റുകളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതാണോ കൊലയ്ക്കുണ്ടായ പക, ഈ പക എങ്ങനെ ഉണ്ടായി എന്നുള്ളത്, എന്തിനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള വലിയൊരു ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനാണ് പോലീസ് അവസാനവട്ട ഈ പരിശോധനകളൊക്കെ നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പരിശോധന ഇവിടെ ഇപ്പോൾ റൂറൽ SP ആദ്യമായിട്ടാണ് ഈ വീട് കൊലപാതകം നടന്ന ഈ വീട് സന്ദർശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നേരിട്ടെത്തി പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു ചോദ്യമാണ് പ്രസക്തമായ ചോദ്യം. അത് വൈകാതെ തന്നെ അതിന് ഉത്തരം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോലീസ് സംഘം ഈ വീട് ചുറ്റി നടന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം അവരൊരു നിഗമനത്തിലെത്തും. അതിനുശേഷം പുറത്തുനിന്ന് ആർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ വീട്ടിനകത്തുള്ള മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അജീഷ് ജയകുമാറാണ് ബാലരാമപുരം വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ കൊലപാതകം സംബന്ധിച്ചുള്ള എല്ലാ ദുരൂഹതകളും മാറ്റാനാണ് പോലീസിന്റെ തിരക്കട്ട ശ്രമം.